ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പെരിഞ്ജീരകം എങ്ങനെ വീട്ടാവശ്യത്തിന് വേണ്ടി നമുക്ക് അടുക്കളയിൽ പൊടിച്ച് വെക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കറികൾക്കായാലും നെയ്ച്ചോറായാലും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇതേപോലെ നമ്മളൊരു പെരിഞ്ജീരകം പൊടിച്ച് നമ്മളെ കറികളിലും അതുപോലെ നമുക്ക് ബിരിയാണിയോ നെയ്ച്ചോറോ ചിക്കൻ ഫ്രൈയോ ഏതിൽ വേണമെങ്കിലും നമ്മൾക്ക് കൂട്ടാം. ഈ ഒരു പെരിഞ്ജീരകപ്പൊടി അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുതിനയിലയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചധികമായിട്ട് തന്നെ പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിനയില നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാൻ. അപ്പോൾ കൈകൊണ്ട് തന്നെയാണ് ഞാനിത് മാറ്റിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇല ഒക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മളുടെ പെരിഞ്ജീരകം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളുടെ ഒരു പുതിനയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ജാതിപത്രി കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ പെരിഞ്ജീരകത്തിനും ഭക്ഷണത്തിനും ടേസ്റ്റും രുചിയും അതുപോലെ നല്ല മണവും കിട്ടും. ഇതേപോലെ നമ്മൾ പെരിഞ്ജീരകം ഒന്ന് പൊടിച്ച് വെക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരിക്കലും നമ്മളിത് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. മിക്ക ആൾക്കാരും പെരിഞ്ജീരകം പൊടിച്ച് വെക്കുമ്പോൾ കാണാറുണ്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പെരിഞ്ജീരകം കടിക്കാനും കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു വായിലൊക്കെ നല്ല ഫ്ലേവറും വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാൻ മാത്രം പാടുള്ളൂ. നമ്മൾ ആ ഒരു മഞ്ഞ ബട്ടൺ 2-3 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് പൊടിച്ച് വെക്കരുത്. ഒരുപാട് പൊടിച്ച് വെക്കുമ്പോൾ അതിൻ്റെ രുചി നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ നമ്മളൊരു 2-3 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് എടുക്കണം. ഒരിക്കലും നമ്മളത് ഫൈനായിട്ട് പൊടിക്കരുത്. അതാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ മിക്ക ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഫൈനായിട്ട് പൊടിച്ച് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് 2ആയിട്ട് മാത്രം ഒന്ന് പൊടിഞ്ഞിട്ടുള്ളൂ. ഇതേപോലെ വേണം നമ്മളെപ്പോഴും പെരിഞ്ജീരകം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ. അതുപോലെ നമ്മൾ ചെറിയ ജീരകമായാലും എന്ത് സാധനമായാലും അതുപോലെ നമ്മൾ ഗരം മസാല പൊടിക്കുകയാണെങ്കിലും ഫൈനായിട്ട് നമ്മൾ പൊടിക്കരുത്. ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമ്മളുടെ കറികളിലും അതുപോലെ നമുക്ക് ചോറിലേക്കൊക്കെ കിട്ടുക. അപ്പോൾ ഇതിൽ നിന്നൊരു ഇത്തിരി പൊടി നമ്മളുടെ ബിരിയാണിയിലേക്കൊന്ന് മെമ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല അടിപൊളി മണമാണ്. ഇതെല്ലാം നല്ലതാണ്. നമ്മളുടെ ഹെൽത്തിനും ആരോഗ്യത്തിനൊക്കെ നമുക്കിത് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പെരിഞ്ജീരകം എന്ന് പറയുന്നത് നമ്മൾ ശ്വാസത്തിനും വയറിനും ആരോഗ്യത്തിനും തടി കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പൊടിയിട്ട് തിളപ്പിച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് രാവിലെ മോർണിംഗിൽ കുടിക്കാം. അത്രക്കും ഹെൽത്തിയാണ്. അപ്പോൾ ഇതിന് കൂടെ നമ്മൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ടിട്ടൊന്ന് ചൂടാക്കി പൊടിക്കുന്നത് നല്ലതാണ്. നമുക്ക് കുറേ നാളൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഇത് പൂപ്പലും അതുപോലെ പ്രാണികളൊക്കെ വരാതിരിക്കാനാണ്. അപ്പോൾ നമ്മളെ വീട്ടിലെ കല്ലുപ്പ് തീർന്നു പോയി. അപ്പോൾ കുറച്ച് പൊടിയുപ്പാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു പൊടി നമ്മൾ നിർബന്ധമായിട്ടും നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കി വെക്കേണ്ടത് തന്നെയാണ്. എല്ലാ ഭക്ഷണത്തിൻ്റെ ഒപ്പവും നമുക്ക് മീൻ ഫ്രൈക്കും ചിക്കൻ ഫ്രൈക്കും അതുപോലെ നെയ്ച്ചോറിനും ബിരിയാണിനും ചിക്കൻ കറിക്കും ഒക്കെ നമുക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു മണം ആണ് ഇതിന്. പ്രത്യേകമായിട്ട് നമുക്ക് ഹെൽത്തിയാണ്. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾക്കിപ്പോൾ ഒരുപാട് നാൾക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മളൊരു പൊടി എപ്പോഴും നമ്മളുടെ വീട്ടിലുണ്ടാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ഉള്ളതാണ്. ഇതേപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ പെരിഞ്ജീരകപ്പൊടി ഉണ്ടാക്കി വെക്കണം. എല്ലാ കറികൾക്കും ഫിഷ് ഫ്രൈക്കും ഒക്കെ ടേസ്റ്റാണ്. ഇനി ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.